ജോയിച്ചേട്ടൻ്റെ വീട് എവിടെയാണ്? ആലുവ ചൂണ്ടി. ആലുവ ചൂണ്ടിലാണ് വീട്. ജോയിച്ചേട്ടൻ നമ്മുടെ ഏത് ശുശ്രൂഷയിലാണ് പങ്കെടുത്തത്? സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലെ കത്തീഡ്രൽ ശുശ്രൂഷയിലാണ് പങ്കെടുത്തത്. അതിനു മുമ്പ് എറണാകുളത്ത് നിന്നൊരു വൺ ഡേ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അന്ന് പ്രത്യേകം വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് പറയാമോ? ഞാൻ മൈക്ക് പിടിച്ചോളാം, പറഞ്ഞു. 2024 ജൂൺ 28 എനിക്ക് ക്യാൻസറിൻ്റെ ഒരു ആരംഭമുണ്ടായി. അപ്പോൾ ലിസിയിൽ ഹാസ്യം ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞ് വൻകുടലിൽ ക്യാൻസറാണെന്ന് പറഞ്ഞു. അത് ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. വൻകുടലിൽ ക്യാൻസറാണെന്ന് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു. ഓക്കെ, പിടിച്ചോ, കൈ പിടിച്ചാൽ മതി. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഈ റിപ്പോർട്ടുമായിട്ട് നേരെ സഞ്ജീവ് ഡോക്ടറിനെ പോയി കണ്ടു. സഞ്ജീവ് ഡോക്ടർ പറഞ്ഞ് നമുക്ക് ആദ്യം ഹീമോ ചെയ്യാം, അത് കഴിഞ്ഞ് റേഡിയേഷൻ കഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ 8 ഹീമോയും കഴിഞ്ഞ് 25 റേഡിയേഷൻ കഴിഞ്ഞ് ഫെബ്രുവരി 10-ാം തീയതി രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് 12-ാം തീയതി ഓപ്പറേഷന് ഫിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ ബ്രദറിൻ്റെ എല്ലാ വ്യാഴാഴ്ച 7:30 മുതലുള്ള ഈ ധ്യാനം കാണാറുണ്ടായിരുന്നു. യേശു ആരിലും വലിയവൻ. ഏതായാലും ഓപ്പറേഷന് മുമ്പ് ധ്യാനം ഒന്ന് കൂടിയിട്ടേ ഇത് ഞാൻ പോകുള്ളൂ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വിമലാലയത്തിൽ വന്നു. ഒരു കാലത്ത് 9 മണി തൊട്ട് 2 വരെയുള്ള ധ്യാനം ഉണ്ടായിരുന്നു ബ്രദർ. എറണാകുളം വിമലാലയത്തിൽ നമ്മുടെ വൺ ഡേ കൺവെൻഷനാണ്. അവിടേക്ക് ജോയിച്ചേട്ടൻ വന്നു. വയറ്റിൽ വൻകുടൽ ഓപ്പറേഷൻ ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലാണ് ഡോക്ടേഴ്സ്. ആ ഒരു സാഹചര്യത്തിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ ബ്രദറിന് വന്ന് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ ബ്രദർ പറഞ്ഞ് ധ്യാനം തീരുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടാവുമെന്ന് പറഞ്ഞ്. ബ്രദർ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞ് 3 ക്യാൻസർ രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ്. ഒന്ന് ഞാനായിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഫെബ്രുവരി 3-ാം തീയതി രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് സഞ്ജയ് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞ് എന്തിനാണ് ഇന്ന് വന്നെന്ന് ചോദിച്ച്. 12-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കണേല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനൊരു ധ്യാനം കൂടി. അപ്പോൾ അതിൽ എനിക്ക് ബ്രദർ ഇങ്ങനെ പറഞ്ഞ് ഈശോ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കൊളോണോസ്കോപ്പി എടുക്കാമെന്ന് പറഞ്ഞു. അതിൽ രാജഗിരി ചെയ്തിട്ടുണ്ടായില്ല, ലിസിയിലേ ചെയ്തിട്ടുള്ളൂ. എടുത്ത ഡോക്ടർ എന്നോട് ചോദിച്ച് ചേട്ടൻ എന്തിനാണ് വന്നെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഇന്നവരെ ചേട്ടന് ഒരു അസുഖവും ഇല്ല, സുഖപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ സഞ്ജീവ് ഡോക്ടറായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ്. സഞ്ജീവ് ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു MRI സ്കാൻ കൂടി എടുക്കാമെന്ന് പറഞ്ഞ്. ആ സ്കാനിങ് നടത്തിയപ്പോൾ അതിനകത്തൊന്നുമില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി 2 മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞ്. കഴിഞ്ഞ ബുധനാഴ്ച പോയി ചെക്കപ്പ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ സ്നേഹം. മെഡിക്കൽ റിപ്പോർട്ടുമാണ്, രാജഗിരിയിലെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ വയറ്റിലെ ക്യാൻസറിൻ്റെ ഭാഗത്തെല്ലാം റിപ്പോർട്ടുകളുണ്ട്. അത്ഭുതകരമായിട്ട് കർത്താവ് വയറ്റിലെ വൻകുടൽ ചെറുകുടലിലെ ക്യാൻസർ ഹീൽ ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ നീക്കം ചെയ്യാൻ പറഞ്ഞ കുടലാണ്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ സ്പർശനമാണ്. ഈശോ രോഗികളെ ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവനവരോട് അനുകമ്പ തോന്നി. ഓരോ രോഗിയോടും കർത്താവ് കരുണയാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോൾ വിതുമ്പിപ്പോയല്ലേ, സങ്കടം കൊണ്ട്, സന്തോഷമുണ്ട്. ഈ സ്റ്റേജിൽ തന്നെ എത്രയോ പേരുടെ സന്തോഷത്തിൻ്റെ കണ്ണുതിരി അങ്ങോട്ടെന്തറിയാവും. എത്ര ക്യാൻസറുകൾ, ഈ അടുത്താണല്ലോ ഒത്തിരി ക്യാൻസറുകൾ നമ്മുടെ ധ്യാനങ്ങളിൽ ഹീലാവുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ക്യാൻസറുകളോ ഏത് രോഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാ മാസവും നമ്മുടെ ധ്യാനം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞു വിടുക. കർത്താവ് തൊടും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, കാരുണ്യവാനാണ്.